ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. കോഴിക്കോട് തന്നെ പല ഏരിയയിലേക്കും ഓരോ സാധനത്തിന് പല പേരാണ് പറയുക. ഞങ്ങൾ രണ്ടാളും രണ്ട് ദിക്കിലുള്ളവരാണ്. അപ്പോൾ ഓരോ സാധനത്തിന് എന്താ വെറൈറ്റി പേരുകളാ പറയാ. അപ്പൊ എന്തൊക്കെ പറയാന്നുള്ളത് നോക്കിയാലോ. വവ്വാല്, കടവാവലെന്നും പറയും. ഇവിടെയൊക്കെ ഇതിന് പാറ്റാനെന്നും പറയും, കടവാതിലെന്നും പറയും. ഓരോ പേരാണല്ലോ. ഇത് കരിങ്കണ്ണി, നമ്മളവിടേക്ക് ഇതിന് കരിങ്കണ്ണി എന്നാ പറയാ. നമ്മളങ്ങോട്ടേക്കാണ് ആയിരം കാല് ഒരുപാട് കാലുള്ളതുകൊണ്ടായിരിക്കാം, മേബി ആയിരിക്കാം. ഇത് മറ്റേ കൊക്ക്, ചാമ്പൽ കളറുള്ള കൊക്കില്ലേ. ഇവിടേക്ക് ഇതിന് കൊച്ചാന്ന് പറയും. പിന്നെന്താ പറയാ, ചാരക്കൊക്ക് എന്നും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇത് ചെതലക്കിളി, നമ്മള് ചെലപ്പട്ടക്കിളി. ഇങ്ങനെ ചലച്ചുകൊണ്ടാണല്ലോ ഇവിടേക്ക് മേബി ഇത് അധികമായിട്ടും കഴിക്കുന്നത് ചെതലിനാണ്. അതുകൊണ്ടായിരിക്കാം ചെതലക്കിളി എന്ന് പറയുന്നത്. ചലിക്കുന്നതിനെ കൊണ്ട് ചെലപ്പട്ടക്കിളി എന്തും പറയാലോ. ഇതിന് എട്ടുകാലി, വണ്ണാത്തന് അങ്ങനൊക്കെ പറയും. ഇവിടേക്ക് എന്നാല് മണ്ണാച്ചൻ എന്ന് പറയും. മണ്ണാച്ചനാ അല്ലെങ്കിൽ മണ്ണാത്തൻ എന്നും പറയും. മണ്ണാച്ചൻ. ഇത് നീറ് എന്ന് പറയും. നമ്മളിതിന് പുളിയുറുമ്പ് എന്ന് പറയും. ഭയങ്കര പുളി എന്തോ പുളിമരത്തുമ്പോ കേറി നിൽക്കുന്നതിനെ കൊണ്ടാണ് മാത്രല്ല കോമൺ ആയിട്ട് കാണുന്ന സാധനമാണ്. എന്തായാലും പുളിയുറുമ്പ് എന്ന് പറയും. നമ്മളിവിടേക്ക് ഇതുപോലെ ഇങ്ങനെ ഇതായി കളിക്കുന്ന ആൾക്കാരെയും പറയും നീറിന്റെ മാതിരി. നമ്മൾ ഇതിനൊന്ന് എത്ര തട്ടിയാലും പോകുന്നൊരു സൈസ് സാധനമല്ല, നിലക്ക് ഇങ്ങനെ പറ്റി കിടക്കുന്ന ഒരു സാധനം. ഇത് മൂളി. ആരും മൂളിയില്ല, ഇതിന് മൂളി എന്നാണ് നമ്മളങ്ങോട്ട് പറയാം. ഇവിടേക്ക് ഇതിന് കിണ്ടി എന്ന് പറയും. കിണ്ടി എന്ന് കോമൺ ആയിട്ട് പറയും. ഞങ്ങളിവിടേക്ക് എങ്ങനെ പറയാ. ഇത് പാനിയാ. പാനി എന്ന് പറയുന്നത് ഇന്ത്യക്കാരല്ലേ ഇവിടെ. ഇതിന് പാനി എന്നാണ് പറയാ. നമ്മള് തോക്ക് എന്നാട്ടോ പറയാ. ഇങ്ങനെ തൂക്കി ഇങ്ങനെ ഒക്കത്തൊക്കെ വെച്ച് കൊണ്ടുവരുന്നതുകൊണ്ടായിരിക്കാം. ഇതുണ്ടാവും. ഞങ്ങളവിടേക്ക് ഇനി കൊട്ടകം എന്ന് പറയും. നമ്മളിത് കല്യാണത്തിന് മറ്റേ കലക്കിയ വെള്ളമൊക്കെ ആക്കി വെക്കും. ഇവിടെ അത് തന്നെയാണ്, പക്ഷെ ഇതിന് കൊട്ടകം എന്നാണ് പറയാ. ഉണ്ടാവുന്നാണ് പറയല്. അപ്പോ ഇതൊക്കെയാണ് നമ്മളെ നാട്ടിലേക്ക് ഇങ്ങനൊക്കെ ഓരോന്നിന് പറയാ. അപ്പൊ നിങ്ങളെ നാട്ടിലേക്ക് ഇതിനൊക്കെ എന്താ പറയാന്നുള്ളത് കമന്റ് ചെയ്യട്ടോ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ ഓക്കെ, ടാറ്റാ.